അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അല്ല അബുവക്ക പറഞ്ഞിഞ്ഞോടെ ഇത് നമ്മളുടെ PTH വളണ്ടിയേഴ്സാണ് എന്നുള്ളത്. അപ്പോൾ PTH വളണ്ടിയേഴ്സ് നിങ്ങളിങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ഞാൻ കയറിയത് ഇഷ്ടമായിട്ടാണോ അല്ല നമ്മൾ വളണ്ടിയേഴ്സൊക്കെ പറഞ്ഞാൽ അതിൻ്റേതായ ഒരു ഇതൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഒന്നും കൂടി സലാം പറഞ്ഞു നോക്കിയത് നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബിരിയാണി കൊടുത്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ നമ്മുടെ ഈ CH സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, നമ്മളുടെ ഈ ഒത്തുചേരലിൻ്റെ അധ്യക്ഷൻ കൂടിയായ പ്രിയപ്പെട്ട മുഹമ്മദ് ക, സ്വാഗത ഭാഷണം നിർവഹിച്ച MP മുഹമ്മദ്, നമ്മളോടൊപ്പമുള്ള പ്രിയപ്പെട്ട മുസ്തഫ, സലാം, അതുപോലെ തന്നെ അബുക്കാക്ക അടക്കമുള്ള ഇതിൻ്റെ ഭാരവാഹികൾ, നമ്മുടെ സഹപ്രവർത്തകരായ പ്രിയപ്പെട്ട ഷാഹിന, നിയാസി, അതുപോലെ തന്നെ സെക്കീന, റജീന, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, CH സെൻറ്ററിലെ കുടുംബാംഗങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുള്ള ഒരു സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പലപ്പോഴും യുവത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത്, വളർന്നു വരുന്ന യുവതലമുറ എന്ന് പറയുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത, സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത, അവർക്ക് അവരുടെ മൊബൈൽ ഫോണും അതിലെ റീച്ചുകളും വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ആയിട്ട് അവരിങ്ങനെ ഒരു വഴിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ പലപ്പോഴും ഇന്നത്തെ ന്യൂ ജനറേഷനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിൽ നിന്നൊക്കെ വേറിട്ട ഒരു കാഴ്ചയായി വ്യതിരിക്തതയോടുകൂടി ഞങ്ങളുണ്ട്, ഒരു സമൂഹത്തെ നയിക്കാൻ, അവർക്ക് സേവനം ചെയ്യാൻ ഞങ്ങളുണ്ട് എന്നുള്ള വലിയ നിശ്ചയദാർഢ്യത്തോടുകൂടി, വലിയ മഹാമനസ്കതയോടുകൂടി നിങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു മനസ്സിൻ്റെ ഉടമകളായി ഇതിനോട് സഹായിക്കാൻ വന്ന നിങ്ങളെ ഏവരെയും മുക്തകണ്ഠം പ്രശംസിക്കാനും അഭിനന്ദിക്കാനും ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അബുക്കാക്കഞ്ഞോട് പറയായിരുന്നു, നമ്മൾ വളണ്ടിയേഴ്സിനെ വിളിച്ചു, പക്ഷേ ഇതൊരു വനിതാ ലീഗിൻ്റെ സൗഹൃദ സംഗമമായി പോയോ എന്ന് സംശയമുണ്ട് എന്നുള്ളത്. അബുക്ക വനിതാ ലീഗ് തന്നെയാണ് എല്ലാത്തിനും മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഏത് കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ തലപ്പത്തും അതിൻ്റെ പ്രവർത്തകരായിട്ടും വനിതാ ലീഗ് അല്ലാതെ മറ്റൊരാളെ നമ്മൾക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത് വനിതാ ലീഗിൻ്റെ സംഗമമായിട്ട് നമ്മൾക്ക് തോന്നുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഞങ്ങൾ ഏറ്റെടുത്ത് ഇരട്ട ഭാരം ചുമന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതിനൊക്കെ തയ്യാറാവുന്നത്. കുടുംബത്തിലെ ഒരുപാട് പ്രാരാബ്ദങ്ങളും കെട്ടുപാടുകളുമൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ട്. നമുക്കറിയാം, രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മളുടെ കുട്ടികളെ കുളിപ്പിച്ച് അവർക്ക് ഡ്രസ്സ് മാറ്റിക്കൊടുത്ത് ലഞ്ച് ബോക്സ് ബാഗിൽ വെച്ച് കൊടുത്തു, ബാഗിൽ ടൈം ടേബിൾ എടുത്ത് പുസ്തകം വെച്ച് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് അവരെ സ്കൂളിലേക്ക് അയച്ചിട്ട് വേണം നമ്മൾക്ക് ഈ പണിക്ക് പോരാൻ. അതുവരെ നമ്മൾക്ക് ചെയ്യാവുന്ന പണികളൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷമാണ് വളണ്ടിയറായിട്ട് PTH വളണ്ടിയർമാരായിട്ട് നമ്മൾ ഇറങ്ങുന്നത്. ഇതിൽ എനിക്കറിയാം, എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കുറേ ആളുകളൊക്കെ ഇതിൻ്റെ വളണ്ടിയർമാരായി പോകുന്ന ആളുകളുണ്ട്. PTH വണ്ടിയിൽ, അതല്ലെങ്കിൽ നമ്മളുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ വണ്ടിയിൽ പോകുന്നവരുണ്ട്, CH സെൻറ്ററിൽ ഹെൽപ്പിന് വരുന്നവരുണ്ട്. ഇതൊന്നുമല്ലാത്ത ആളുകൾ, ഇതിനെ കണ്ടും കേട്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടി കടന്നു വന്ന ആളുകളും നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ആദ്യമായി നിങ്ങളോട് പറയുന്നത്,
നമുക്കിതിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ള ഒരു ചോദ്യത്തിനപ്പുറത്തേക്ക് നമ്മൾക്കിതിൽ നിന്ന് വളണ്ടിയറായി പോകുമ്പോൾ മറ്റുള്ളവർക്ക് ശമ്പളം കൊടുക്കുന്നത് പോലെ, മറ്റുള്ളവർക്ക് ഓണറേറിയം കൊടുക്കുന്നത് പോലെ നമ്മൾക്കിതിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ള ഒരു ചിന്തയും നിങ്ങളുടെ മുമ്പിൽ വേണ്ട. ആ ചിന്തക്കപ്പുറത്തേക്ക് നമുക്ക് സർവശക്തനായ റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യുന്ന ഈ സേവനത്തിന് അതിന് പ്രത്യുപകാരം കിട്ടണം എന്നുള്ള ആ ഒരു മനസ്സോടു കൂടിയാണ് നമ്മൾ ഈ സേവനത്തിന് ഇറങ്ങേണ്ടത്. അതായിരിക്കണം നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട ആദ്യത്തെയും അവസാനത്തെയും ചിന്ത എന്ന് പറയുന്നത്. നമ്മൾക്കിതുകൊണ്ട് എന്ത് നമ്മളുടെ സമൂഹത്തിന് ചെയ്യാൻ കഴിയും? കഷ്ടപ്പെടുന്ന രോഗികൾക്ക്, നൊമ്പരം അനുഭവിക്കുന്ന ആളുകൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് സാന്ത്വനം പകരാൻ, അവർക്ക് സമാധാനം കൊടുക്കാൻ, അവരെ ഒന്ന് ശുശ്രൂഷിക്കാൻ, അവരെ ഒന്ന് പരിപാലിക്കാൻ നമ്മൾക്ക് കിട്ടുന്ന ഒരു വലിയ അവസരമായിട്ട് നമ്മൾ ഇതിനെ കാണണം. നമ്മളുടെ മുമ്പിൽ ഉമ്മമാരുള്ളവരും ഉപ്പമാരുള്ളവരും ഒക്കെ നമ്മളുടെ കൂട്ടത്തിലുണ്ടാകും. ഉമ്മയും ഉപ്പയും ഇല്ലാത്ത ആളുകളും നമ്മളുടെ കൂട്ടത്തിലുണ്ടാകും. ഇല്ലാത്ത ആളുകൾക്ക് പടച്ച തമ്പുരാൻ അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, ബർജക്കിയായ ജീവിതം റാഹത്തിലാക്കി കൊടുക്കട്ടെ. നമ്മളെയും അവരെയും ഒക്കെ അള്ളാഹു സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്നുള്ളത്, മാതാക്കളുടെ കാൽക്ക് കീഴിലാണ് സ്വർഗം എന്നുള്ളത്. എൻ്റെ മക്കളൊക്കെ ചെറിയതായിരുന്ന സമയത്ത് ഞാൻ പറയും, ഉമ്മാൻ്റെ കാലിൻ്റെ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞു കൊടുക്കുമ്പം അവർ വന്നിട്ട് മത്സരിച്ച് നോക്കും. രണ്ട് കാലുണ്ടല്ലോ, ഒന്നിൻ്റെ അടിയിൽ എനിക്കും ഒന്നിൻ്റെ അടിയിൽ നിങ്ങൾക്കും അനക്കുമായിരിക്കും നിക്കാക്കാനോട് പറയും, ഒന്ന് കാക്കാക്കും ഒന്ന് എനിക്കുമായിരിക്കും, നോക്കാം നമ്മൾക്ക് എന്നറിയും. അപ്പം അവർ ധരിച്ചത് എന്താ? ഉമ്മാൻ്റെ കാൽക്ക് കീഴിലാണ് സ്വർഗം എന്ന് പറയുമ്പം നമ്മളുടെ കാലിൻ്റെ അടിയിൽ സ്വർഗമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് വിവക്ഷിക്കുന്നത്, അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, ആ കാൽക്ക് കീഴിൽ സ്വർഗം എന്ന് പറയുന്നത് ഉമ്മമാരോട് നമ്മൾ എത്രമാത്രം ഉമ്മമാർക്ക് സേവനം ചെയ്യണം എന്നുള്ളതിനും ആ സേവനത്തിന് നമ്മൾക്ക് ലഭ്യമാകുന്ന പ്രതിഫലമാണ് ഉമ്മയിൽ നിന്ന് നമ്മൾക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് ലഭ്യമാകുന്ന പ്രതിഫലമാണ് സ്വർഗം എന്ന് പറയുന്നത്. ഒരു സഹാബി തൻ്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി കടന്നു വരികയും ആ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി കടന്നു വന്ന് ആ ഹറമിൽ വെച്ച് മത്താഫിൽ വെച്ച് കഅബയെ ചുറ്റുകയും വലയം വെക്കുകയും ഒക്കെ ചെയ്ത് ആ തവാഫ് കഴിയുന്ന സമയത്ത് ആ സമയത്തുണ്ടായിരുന്ന ഖലീഫയായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഖലീഫ മതിയായില്ലേ ഞാൻ എൻ്റെ ഉമ്മാക്ക് സേവനം ചെയ്തത് എന്ന് ചോദിക്കുക. ഞാൻ എൻ്റെ ഉമ്മാക്ക് സേവനം ചെയ്തത് മതിയായില്ലേ എന്ന് ചോദിക്കുക. ആ ചോദിക്കുന്ന സമയത്ത് ഖലീഫ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഇല്ല, നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്ന സമയം മുതൽ, ആ ഗർഭം ചുമന്ന സമയം മുതൽ പ്രസവിക്കുന്നത് വരെ നമ്മളുടെ ശരീരത്തിലെ 20ഓളം എല്ലുകൾ ഒന്നിച്ചമർന്ന് നുറുങ്ങിയിട്ട് അത്രയും വേദനയോടുകൂടി നമ്മൾ പ്രസവത്തെ നമ്മൾ നേരിടുകയാണ്. ആ 10 മാസം 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്ന് ഒരു കരിങ്കല്ല് നമ്മളുടെ ശരീരത്തിൽ കെട്ടിവെച്ചിട്ട് ഒന്ന് പുറത്തുകൂടി 1 മണിക്കൂർ നടക്കാൻ പറഞ്ഞാൽ ആർക്കാ സാധിക്കുക? അവിടെയാണ് 1 കിലോ മുതൽ, അല്ലെങ്കിൽ നമ്മൾ ഈ രക്തപിണ്ഡത്തിൽ നിന്ന് തുടങ്ങി കുട്ടിയാവുന്നത് വരെ 3-3.5 കിലോയും ഭാരമാകുന്നത് വരെ നമ്മളുടെ ഗർഭപാത്രത്തിൽ ഒരു കേടും പറ്റാതെ നമ്മളുടെ കുട്ടികളെ സൂക്ഷിച്ചുകൊണ്ട് 9 മാസവും 10 ദിവസവും നമ്മൾ കൊണ്ട് നടക്കുക. എന്നിട്ട് നമ്മൾ പ്രസവിക്കുക നമ്മളുടെ മക്കളെ. ആ പ്രസവിക്കുന്ന മക്കൾ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, ഖലീഫ പറഞ്ഞു കൊടുക്കുന്നത്, അന്ന് അനുഭവിച്ച ആ ഒരു പ്രയാസത്തിൻ്റെ ഒരംശം പോലും നിങ്ങളുടെ മാതാവിന് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആർക്കാണ് റസൂലെ ഞാൻ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിക്കുക, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഖിദ്മത്ത് ചെയ്യേണ്ടത് ആർക്കാണ്, ആരോടാണ് ഞാൻ സഹവാസം നടത്തേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുക സഹാബിയോട്, നീ നിൻ്റെ നിൻ്റെ ഉമ്മക്ക്. വീണ്ടും ചോദിക്കുക റസൂലെ, പിന്നെ മൻ, സുമ്മ എന്ന് ചോദിക്കുക. വീണ്ടും പറഞ്ഞു കൊടുക്കുക ഉമ്മുക്ക, നിൻ്റെ ഉമ്മാക്ക്. മൂന്നാമതും ചോദിക്കുക സുമ്മ, അപ്പോഴും പറഞ്ഞു കൊടുത്തു ഉമ്മുക്ക, നിൻ്റെ ഉമ്മാക്ക് എന്നുള്ളത്. 4ാമത് ചോദിക്കുകയാണ് റസൂലെ, പിന്നെ ഞാൻ ആർക്കാണ് സേവനം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് അബൂക്ക, നിൻ്റെ ഉപ്പാക്ക് എന്ന് പറഞ്ഞത്.
ഞാൻ ഹദീസ് പഠിപ്പിക്കാനോ ഈ ചരിത്രം പഠിപ്പിക്കാനോ അല്ല ഇത് സൂചിപ്പിക്കുന്നത്. 3 പ്രാവശ്യം നമ്മളുടെ ഉമ്മക്ക് സേവനം ചെയ്യാൻ വേണ്ടി പറയാം. നമ്മൾ എന്തെങ്കിലും ആ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ തേടുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക്, പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നുകൊണ്ട്, റസൂലെ, എൻ്റെ അടുക്കൽ നിന്ന് ഇങ്ങനത്തെയൊക്കെ ഒരു തെറ്റ് പറ്റി, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനിനി എന്ത് ചെയ്യണം റസൂലെ എന്ന് ചോദിച്ചപ്പം വീട്ടിൽ പ്രായമായ ഉമ്മയും ഉപ്പയും ഇല്ലേ എന്ന് ചോദിക്കാം. വീട്ടിൽ പ്രായമായ ഉമ്മയും ഉപ്പയും ഇല്ലേ എന്ന് ചോദിക്കുക. നിന്റെ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി പറയാം, നിന്റെ ഉമ്മാക്ക് സേവനം ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയാം. അങ്ങനെ പറഞ്ഞ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പഠിച്ചു, വഖല റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത് വബിൽ വാലിദൈനി, നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് കൽപ്പിച്ചു. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ നമ്മൾക്ക് ഉമ്മയില്ലാത്ത ഉപ്പയില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മളുടെ വളണ്ടിയർമാരുടെ കൂട്ടത്തിലുണ്ട്. നമ്മളുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ, മോളെ ചായ കുടിച്ചോ, എത്ര നമ്മൾ നന്നായി ചെന്നാലും നമ്മളോട് ചോദിക്കാറില്ല മുഖത്തെന്താ ഒരു വാട്ടല്ല അപ്സത്തെ, അങ്ങനെയല്ലേ ചോദിക്കുക. എന്താ അമ്മാൻ്റെ കുട്ടീൻ്റെ മുഖത്തൊരു വാട്ടം, ചായ കുടിച്ചിട്ടില്ലേ, ചോറ് തിന്നിട്ടില്ല, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല എന്ന് പറഞ്ഞാലും 100 പ്രാവശ്യം ചോദിക്കും. ഭക്ഷണം തന്നാലും എത്ര തന്നാലും മതിയാവൂല. തിരിച്ചു പോരുമ്പം അവിടെ ഉള്ളത് നമ്മളുടെ വീട്ടിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിലും എന്തെങ്കിലും കെട്ടിപ്പൊതിഞ്ഞ് നമ്മളുടെ ബാഗിൽ വെച്ച് തന്ന് നമ്മളെ പറഞ്ഞയക്കുന്ന നമ്മളുടെ ഉമ്മ. ഇല്ലാത്ത വീട്ടിലേക്ക് ചെല്ലുമ്പം അതിൻ്റെ വിഷമം നമ്മൾക്ക് നല്ലോണം അറിയാം. ആ ഉമ്മ നമ്മളെ പരിചരിച്ചതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമ്മളുടെ ആങ്ങളമാരുടെ ഭാര്യമാർ നമ്മളോട് സ്നേഹവും സന്തോഷവും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും തിരിച്ചു പോരുമ്പം ഉമ്മ ഞാൻ പോട്ടെ എന്ന് പറയാൻ ഉമ്മയില്ലാത്തതിൻ്റെ പ്രയാസം. ആ ഉമ്മറപ്പടി ഇറങ്ങുമ്പോൾ, കാറിൽ കയറുന്നത് വരെ, ബസ് കയറാൻ നമ്മൾ യാത്ര ചെയ്യുന്നത് വരെ എത്രത്തോളം ദൂരം നമ്മളെ കാണുമോ ആ ദൂരം അത്രയും നമ്മളെങ്ങനെ നോക്കി നിൽക്കുന്ന നമ്മളുടെ ഉമ്മയില്ലാത്തതിൻ്റെ വിഷമം നമ്മൾക്കറിയാം. അതിന് അല്ലാഹു കനിഞ്ഞരുളിയിട്ട് നമ്മൾക്ക് തന്നതാണ് ഈ വളണ്ടിയർ എന്ന് പറയുന്ന പദവി. നമ്മൾ PTHന്റെ ഭാരവാഹികളായി, PTHന്റെ വളണ്ടിയർമാരായി, CH സെന്ററിന്റെ വളണ്ടിയർ നമ്മൾക്ക് പരിചരിക്കാൻ കിട്ടുക. ആ ഉമ്മയെ പരിചരിക്കാൻ കിട്ടുമ്പോൾ നമ്മൾക്കറിയില്ലേ, നമ്മൾ ഇതിൻ്റെ ഒരു വളണ്ടിയറായി പോയി ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് അവരെ ശുശ്രൂഷിച്ച് അവരുടെ മുറി കെട്ടിക്കൊടുത്ത്, മുറി വന്നിട്ടുണ്ടെങ്കിൽ അത് കെട്ടിക്കൊടുത്ത്, ദേഹത്ത് അവർക്ക് എന്തെങ്കിലും നമ്മൾക്ക് അവരെ തുടച്ച് വൃത്തിയാക്കി പൗഡർ ഇട്ട് കൊടുത്ത്, അവർ കിടന്ന കിടപ്പിൽ കിടന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വൃത്തിയാക്കി കൊടുത്ത്, നമ്മളവിടെ അവർക്ക് ലോഷൻ തേച്ച് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുമ്പം നമ്മളുടെ കൈ പിടിക്കാറില്ലേ അവർ? നമ്മളുടെ കൈ പിടിക്കാറില്ലേ? മോളെ എന്നാ വരിക, തിരക്കുണ്ടോ? നമ്മളോട് ചോദിക്കുന്ന ചോദ്യം തിരക്കുണ്ടാവലുണ്ടോ? പരിപാടിക്ക് പോവണ്ടേ? ഇനി കുട്ടി എന്നാ വരിക? ഇല്ലേ? ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളുടെ നെഞ്ച് പെടക്കുക, ഇതിൻ്റെ ഉമ്മയായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ നോക്കണം എന്നുള്ളത്. നമ്മൾക്ക് ആകെ ഉണ്ടാവേണ്ടത്, ഇങ്ങനെയുള്ള ആളുകളെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മളുടെ ഉമ്മക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഖിദ്മത്ത് നമ്മൾ മറ്റുള്ളവരുടെ ഉമ്മക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു മകളായി കണ്ടുകൊണ്ട്, അവരുടെ മകളായി കണ്ടുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ അനുകമ്പ തോന്നാനും അതുപോലെ നമ്മൾ വളണ്ടിയർമാരുടെ മീറ്റിംഗ് വിളിക്കുമ്പം, നമ്മൾ ഇത്തരത്തിലുള്ള CH സെന്ററിന്റെ പരിപാടികൾക്ക് പോകുമ്പം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പ്രവർത്തനത്തിന് നമ്മൾ പോകുമ്പം നമ്മളോട് ചോദിക്കാറുണ്ട്, സൂറത്ത് നിങ്ങൾക്ക് എങ്ങനെയാ ഇതിനൊക്കെ നേരം കിട്ടണ്, നിങ്ങൾക്ക് ഇതിനൊക്കെ പറ്റുമോ എന്നുള്ളത്. നമ്മളാണ്ട് പറ്റലെന്നെയാണ്. നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്ക് പറ്റും. ഇപ്പം ഞാനും സെക്കീനും കൂടിയിട്ട് ഒരു വഴിക്കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് സെക്കീൻ എന്നോട് പറയാം, സൂറത്ത് അത വരുന്നൊരു നായ എന്നറിയാം, സൂറത്ത് അത വരുന്നൊരു നായ.
ഞാൻ നോക്കുമ്പോൾ നായ അങ്ങനെ ഓടിക്കരച്ച് വരിക. അപ്പം ഞാൻ പറഞ്ഞു അത് അതിലാണ് പോയിക്കോളും സെക്കി, നമ്മളത് നോക്കേണ്ട സെക്കിയെ, ആ നായ അതിലെ പോയിക്കോളും. പിന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നായ ഞങ്ങളുടെ രണ്ടാളെയും അടുത്തേക്കാണ് വരുന്നത്. ഈ നായ ഞങ്ങളുടെ രണ്ടാളുടെയും അടുത്തേക്ക് വരുന്ന സമയത്ത് പഠിച്ചോനെ ഇഞ്ഞെന്താ ചെയ്യുക? ഞങ്ങൾ രണ്ടാളും കിട്ടിയ ജീവൻ വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ഓടി ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നായ തൊട്ടടുത്തെത്താറായിക്കണ്. അപ്പം ആ ഞങ്ങളുടെ കൺമുന്നിൽ കാണുന്ന ഒരു മരമുണ്ട്. ആ മരത്തിലേക്ക് ഞങ്ങൾ രണ്ടാളും കൊത്തിപ്പിടിച്ച് എത്ര സ്പീഡിൽ ആ മരം കയറിയത് എന്നറിയോ? ആ അത്ര സ്പീഡിൽ ഞങ്ങൾ രണ്ടുപേരും ആ മരത്തിൽ കയറി എന്ന് വിചാരിച്ചോളി. മരത്തിൽ കയറിക്കഴിഞ്ഞ് നമ്മളിങ്ങനെ മരത്തിലിങ്ങനെ ഇരുന്ന് ആശ്വാസത്തോടു കൂടി താഴെ നോക്കുമ്പം ആ നായ ഞങ്ങളിങ്ങനെ നോക്കി കിട്ടാത്ത ദേഷ്യത്തിൽ അതിങ്ങനെ തിരിഞ്ഞു പോണത് കാണുക. ആ നേരത്ത് ഞാൻ സെക്കീനാനോട് ചോദിച്ചാൽ, അല്ല സെക്കീന, അനക്ക് മരം കയറാനറിയോ? അപ്പം സെക്കീന പറയാ, ഇല്ല സൂറത്ത് അങ്ങക്ക് അറിയോ? എനിക്ക് എവിടുന്ന് അറിയണേ, എനിക്കും അറിയില്ല. ഞങ്ങൾ എവിടെയാണെന്നറിയോ? മരത്തിൻ്റെ ഏറ്റവും മുകളിൽ, മരത്തിൻ്റെ ഏറ്റവും മുകളിലാണ് ഞങ്ങൾക്ക് രണ്ടാക്കും മരം കയറാൻ. ഇനിയിപ്പം വരാൻ വേണ്ടി യാസീൻ ഓതിഞ്ഞ് പോകാൻ കത്തോതണം എന്ന് പറഞ്ഞ പോലെ ഒരു ധൈര്യം ഞങ്ങൾ രണ്ടാളും മരത്തുമ്പോൾ പാഞ്ഞു കയറി. ഇനി ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പം നമ്മൾ പറഞ്ഞത്, ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്, നമ്മൾക്കറിയാത്തത് നമ്മൾക്ക് പറ്റുമോ എന്ന് വിചാരിക്കുന്നത് ഒരാവശ്യം വരുമ്പോൾ നമ്മൾ വിചാരിക്കാതെ നമ്മൾക്ക് പറ്റും. ഒരാവശ്യം നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പം നമ്മൾ വിചാരിക്കാതെ ആ കൃത്യം ചെയ്യാൻ, ആ കർമ്മം ചെയ്യാൻ നമ്മൾക്ക് പറ്റും എന്നുള്ളതിനുള്ള ഒരു ചെറിയ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇതിനൊക്കെ നമ്മൾക്ക് പറ്റും എന്നുള്ളതും നമ്മൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം. ഡയാലിസിസ് ചെയ്യുന്ന ഒരുപാട് രോഗികൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. നമ്മളൊക്കെ ജില്ലാ പഞ്ചായത്തിലായിരുന്ന സമയത്ത് കിഡ്നി വെൽഫെയർ സൊസൈറ്റിയുമായി മുന്നോട്ട് പോകുമ്പം അന്നും പാലിയേറ്റീവ് രംഗത്ത് എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും നൽകി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അബുക്കാക്ക. ഞങ്ങളൊക്കെ ഏതെങ്കിലും കിഡ്നി രോഗം ബാധിച്ച ആളുകളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പം പലപ്പോഴും യാത്രക്ക് ഇടയിൽ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ നമ്മൾ കയറി നോക്കും. ആ കയറി നോക്കുമ്പം ഒരു ദിവസം ഒരു വീട്ടിൽ 9 വയസ്സ് പ്രായമായ ഒരു കുട്ടിയാണ്. ആ 9 വയസ്സ് പ്രായമായ കുട്ടിക്ക് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ആ ഡയാലിസിസ് ചെയ്യുന്ന വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നപ്പം നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അവിടുത്തെ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള തർക്കമാണ്. ഉമ്മയും ഉപ്പയും തല്ലുകൂടുകയാണ്. ആ കുട്ടി ഒരു കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അന്ന് ഡയാലിസിസ് കഴിഞ്ഞ് കൊണ്ടുവന്ന കുട്ടി കട്ടിലിരിക്കുക. നമ്മൾ ഈ ഉമ്മയും ഉപ്പയും ഇങ്ങനെ വർത്തമാനം പറയുമ്പം നമ്മളെ കണ്ടിട്ട് പോലും ഒരു മൈൻഡും ഇല്ലാതെ കടന്നൽ കുത്തി വീർത്ത മുഖം പോലെ മുഖം വീർപ്പിച്ചിട്ട് ഉമ്മ ഇരിക്കുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞു ഇരുന്നോളിം എന്ന് പറഞ്ഞു. നമ്മൾ ഈ കുട്ടിൻ്റെ അടുത്തേക്ക് നേരെ പോയി അവിടെ ചെന്നിട്ട് കുട്ടിനോട് പറഞ്ഞു. കുട്ടി നമ്മൾ ചെന്നപ്പോൾ നീറ്റ് നല്ല ഇരിക്കും മോനെ എന്ന് പറഞ്ഞ് നമ്മളും അടുത്തിരുന്ന സമയത്ത് കുട്ടിയോട് ചെന്തിന് അമ്മ ഇപ്പം തല്ലുകൂടുന്നു വെച്ചപ്പോൾ അത് വേറൊന്നുമല്ല, ഇന്ന് ആശുപത്രിയിൽ ചെന്നപ്പം ഡോക്ടർ ഉപ്പാനെ ചീത്ത പറഞ്ഞു. എന്തിനാ ചീത്ത പറഞ്ഞത് എന്നറിയോ? നിങ്ങൾക്കറിയാം, നിങ്ങൾ വളണ്ടിയേഴ്സ് അല്ലേ, എത്ര വെള്ളം കുടിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾക്കറിയാം. എത്ര വെള്ളമാണ് ഒരു കുട്ടിക്ക് കുടിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾക്കറിയാം. ആ ഡോക്ടർ നിർദ്ദേശിച്ച ആ വെള്ളത്തിനപ്പുറത്തേക്ക് ഒരു തുള്ളി അധികം കുടിക്കാൻ നമ്മൾക്ക് കഴിയില്ല. അപ്പോൾ ഉപ്പമ്മാനോട് പറയാണ്, ഡയാലിസിസ് ചെയ്തിട്ട് രക്തം കയറാൻ പ്രയാസപ്പെടുകയാണ് എന്നുള്ളത് പറയുമ്പോൾ അതിന് കാരണം പറഞ്ഞത് കുട്ടി അമിതമായി വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് നീര് വന്ന് മുട്ടുന്നത്. അപ്പം ആ നീര് വന്ന് മുട്ടുമ്പം നീരുണ്ടാകുമ്പം നമ്മൾക്ക് ഡയാലിസിസ് ചെയ്യാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ചീത്ത പറയുമ്പം വെള്ളം കുടിക്കാൻ കൊടുക്കാറില്ല എന്ന് പറയുമ്പം ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല എന്ന് പറയാണ്. അങ്ങനെ ഉമ്മാനോട് വന്നിട്ട്, കുട്ടീൻ്റെ ഉമ്മാനോട് വന്നിട്ട് ഉപ്പ പറയാണ്, എന്തിനാ അവന് ആവശ്യമില്ലാതെ വെള്ളം കൊടുക്കുന്നത്? എനിക്കും മോനോട് സ്നേഹമില്ലേ? ഞാൻ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കുട്ടി രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഉമ്മ പറയാണ്, ഞാൻ വെള്ളം കൊടുക്കാറില്ല. അപ്പം ഞാൻ ചോദിച്ച്, ഉമ്മയും ഉപ്പിയും വെള്ളം തരുന്നില്ലെങ്കിൽ മോനെ പിന്നെ എനിക്ക് എവിടുന്ന വെള്ളം കിട്ടുക? ഇതുപോലെയുള്ള ചുട്ടുപൊള്ളുന്ന സമയത്ത് ഏപ്രിൽ മാസത്തിൽ കുട്ടി പറയാ, ദാഹം സഹിക്കവയ്യാതെ ഉമ്മാനോട് വെള്ളം ചോദിച്ചാൽ ഉമ്മ തരൂല. ഫ്രിഡ്ജിൻ്റെ അരികിലേക്ക് പോയി ഒരു കുപ്പി വെള്ളം എടുത്ത് അതിൽ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചാൽ ഉമ്മ സമ്മതിക്കൂല. ഉമ്മ ഇങ്ങനെ കാത്തിരിക്കുക, ഞാൻ വെള്ളം കുടിക്കോ എന്ന് നോക്കിയിട്ട്. പക്ഷെ ഞാൻ ബാത്റൂമിൽ പോയാൽ കുറച്ച് സമയം മൂത്രമൊഴിക്കാനും അതുപോലെ തന്നെ എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോയാൽ അവിടുത്തെ ബക്കറ്റിൽ നിന്ന് കപ്പ് കൊണ്ട് വെള്ളം എടുത്ത് കുടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരിക. എൻ്റെ ദാഹം തീർക്കൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ വെള്ളം കൂടുതലുള്ളത് എന്നുള്ളത്. അങ്ങനെയുള്ള എത്രയോ ആളുകൾക്ക് സാന്ത്വനം പകരുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള എത്രയോ ആളുകൾക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ സംഘാടകർ
ഇതിൻ്റെ ഭാരവാഹികൾ ഇങ്ങനെ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുകയും ഇതിന് സ്ഥലം കൊടുത്തത് നമ്മൾക്കറിയാം, ഇത് ഉണ്ടാക്കിയത് എങ്ങനെ എന്നുള്ളത് നമ്മൾക്കറിയാം. ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇത്തരത്തിലാണ്, ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. കണ്ണില്ലാത്ത ആളുകൾ, കാതില്ലാത്ത ആളുകൾ, കയ്യും കാലും ഇല്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ ഇതൊന്നുമില്ലാതെ നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അവിടെ നമ്മൾ ആലോചിക്കുക, 2 കണ്ണ് തന്ന്, 2 കാല് തന്ന്, 2 കൈ തന്ന് നമ്മളെ അനുഗ്രഹിച്ച റബ്ബിനെ സ്തുതിക്കാൻ നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. അങ്ങനെ നമ്മൾക്ക് തന്നപ്പോൾ അതില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, രോഗം ബാധിച്ച് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, പിന്നെ ക്യാൻസർ രോഗം വന്ന് ചികിത്സക്ക് വകയില്ലാത്ത ആളുകൾ, അങ്ങനെ എത്രയെത്ര ആളുകളെയാണ് CH സെൻറ്റർ മുഖേന നമ്മളുടെ സഹോദരങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ആളുകളെ അവർ സന്തോഷിപ്പിക്കുന്നു. നമ്മൾ കൊടുത്താൽ എത്ര കൊടുത്താലും ഉണ്ടാവില്ല, റബ്ബ് കൊടുക്കണം എന്നുള്ളത് നമ്മൾക്കറിയാം. പക്ഷെ ആ റബ്ബ് കൊടുക്കുന്നിടത്ത് നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മൾ ആ റബ്ബിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ കൊടുക്കുക. അല്ലാഹു തആല മരിച്ചു ചെന്നപ്പം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കുന്ന സമയത്ത് അള്ളാഹു പറയാ, ഒരു അടിയനോട്, തൻ്റെ അടിമയോട് പറയാ, ഞാൻ രോഗിയായി നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നില്ലേ, ഞാനൊരു രോഗിയായി നിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന സമയത്ത് രോഗിയായ എന്നെ ഒന്ന് നോക്കാൻ നിന്റെ 2 കണ്ണുകൊണ്ട്, ഞാൻ നൽകിയ 2 കണ്ണുകൊണ്ട് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നീ തയ്യാറായിട്ടില്ല എന്ന് പറയാം. ഈ മനുഷ്യൻ ചോദിക്കുക, റബ്ബേ നീ എൻ്റെ മുമ്പിൽ രോഗിയായി വരെ, ഞാൻ കണ്ടിട്ടില്ല, നീ എൻ്റെ മുമ്പിൽ രോഗിയായി വന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, നിന്റെ തൊട്ടടുത്ത വീട്ടിലെ അയൽവാസി അവൻ രോഗിയായപ്പോൾ, അവൾ രോഗിയായി കിടക്കുമ്പോൾ ഞാനാണ് അവൾക്ക് രോഗം കൊടുത്തത്, പരീക്ഷണാർത്ഥം ഞാൻ കൊടുത്ത രോഗം. എൻ്റെ അടിമ നിന്റെ തൊട്ടടുത്ത വീട്ടിൽ രോഗിയായി കിടക്കുന്നത് അത് ഞാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല എന്നുള്ളൊരൊറ്റ കാരണം പറഞ്ഞ്, ഞാൻ രോഗിയായപ്പോൾ എന്നെ നോക്കാൻ നിങ്ങൾ തയ്യാറായില്ല എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കാം. നമ്മളുടെ ചുറ്റുഭാഗത്ത് നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുക, അത് പരിപാലിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ ആകെ കേരളത്തിൽ മൊത്തത്തിൽ മയ്യത്ത് പരിപാലന കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്തിനാണ് നമ്മൾ വളണ്ടിയർ കോറം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പം എല്ലാവരുടെയും ഒരേ സംസാരം എന്ന് പറയുന്നത് മയ്യത്ത് കുളിപ്പിക്കുവാനും അത് കഫൻ ചെയ്യാനും അത് ഒരുക്കി പറഞ്ഞയക്കാനും അതിന് ആളുകളില്ലാത്ത ഒരു സമയം വരികയാണ് എന്നുള്ളതാണ്. നമ്മളുടെ വീട്ടിൽ മരിച്ചാൽ വേണ്ട എന്നുള്ള അഭിപ്രായം നമ്മൾക്കില്ല. പക്ഷെ ആ മയ്യത്ത് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളില്ലേ. ഒരു മരണം ആസന്നമായ വീട്ടിലേക്ക് നമ്മൾ വളണ്ടിയർമാർ എന്നുള്ള നിലക്ക് ഇപ്പം ഞാനും സെക്കീനയും ഒന്നിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ വുമൻസ് വേവ്സിൻ്റെ ഒരു വളണ്ടിയർ സെക്കീനാത്താക്ക് ഇതിട്ട് കൊടുത്തിക്കണം, ഒരു വോയിസ് ഇട്ട് കൊടുത്തിക്കണം. ആ വോയിസിൽ പറയുന്നത്, നമ്മളുടെ ഈ CH സെൻറ്ററിൽ പരിപാടി നടക്കുമ്പം നമ്മളുടെ വളണ്ടിയർ ടീം ഈ ഡ്രസ്സ് ഇട്ടിട്ട് അവരിങ്ങനെ വെറുതെ നോക്കിക്കുക, ഇവർക്കെന്താ ഒന്നും പണിയില്ല, ഇവരിങ്ങനെ ഇതൊക്കെ കിട്ടിയിട്ടും അവർ നോക്കിക്കുക. അപ്പം ഞാൻ സെക്കീനാനോട് ചോദിക്കുക, അപ്പോൾ അവർ നോക്കിക്കല്ലാതെ അവർക്കിപ്പോൾ അവിടെ എന്താ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, അവരവിടെ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ കുറച്ചൊരു ആവേശം കൂടിയ ഒരാളായിരിക്കാം അത് ആ ഇതിട്ട് കൊടുത്തിട്ടുള്ളത്, കുറച്ചൊരാവേശം കൂടിയ ആളാണ്, ഇവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടേക്കുക. എല്ലായിടത്തും ആവേശം കാണിച്ച് നിങ്ങൾ പോകണം എന്ന് നമ്മൾ പറയുന്നില്ല. എല്ലായിടത്തും ആവേശം കാണിച്ച് പോകാനല്ല വുമൻസ് വേവ്സ് ഉണ്ടാക്കിയത്. നമ്മൾ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പോകാൻ മാത്രമല്ല നമ്മളിത് ഉണ്ടാക്കിയത്. ഇനി നാളെ മുതൽ ഞങ്ങളൊക്കെ വുമൻസ് വേവ്സിൻ്റെ ആളുകളായി ആരും മരിക്കണില്ല എന്നൊന്നും പറയണ്ട. ആൾക്കാർ മരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും വേണ്ട. എല്ലാവർക്കും നല്ല ആഫിയത്തോടു കൂടിയുള്ള ആയുസ്സിനെ റബ്ബ് പ്രദാനം ചെയ്യട്ടെ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പം മരിക്കണില്ല, മരിച്ചാലല്ല ഇപ്പം നമ്മൾ ഈ പഠിച്ചതൊന്ന് പരീക്ഷിക്കാൻ പറ്റുക എന്ന് വിചാരിച്ചിട്ട് അതിനാരും മെനക്കെടണ്ട, അതിന് പ്രാർത്ഥിക്കും വേണ്ട. നാളെ ഒരു പള്ളിയിലെ മൊയിലിയർ പള്ളിയിൽ ഖബറ് കളക്കുന്ന ആൾ ഒരു ഉസ്താദിനോട് പറഞ്ഞത്രേ, നാളെ ഞാൻ വാട്സപ്പ് കണ്ടതാട്ടോ ഷാഹിന, ഉസ്താദിനോട് പറഞ്ഞത്ര ഈ ഭാര്യയും ഭർത്താവ് നിങ്ങൾ ഇതിൻ്റെ ജോലിയിലൊക്കെ ഒരു അഭിവൃദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ വാട്സപ്പ് കണ്ടതാട്ടോ, യാഥാർത്ഥ്യമൊന്നുമല്ല. ഇവരിവിടെ ലൈവായി പോണുമുണ്ട്, പേടിയാ. അപ്പം നമ്മൾ ഈ ഉസ്താദിനോട് പറഞ്ഞ് നിങ്ങൾ എനിക്ക് ജോലിയിലൊക്കെ ഒരു അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ നിൽക്കണോടത്ത് നിന്നിട്ട് മൊയിലേര് കൈ ഉയർത്തിയത്രേ. അപ്പോൾ കൈ ഉയർത്തുമ്പം അതിൻ്റെ ഭാര്യ പറഞ്ഞ ഉസ്താദെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞത്രേ. ഉസ്താദെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താ മൂപ്പർക്ക് കബറ് കളക്കല ജോലി.
ഉസ്താദ് പ്രാർത്ഥിച്ചാൽ വൈകുന്നേരം മുതൽ ആൾക്കാർ മരിക്കാൻ തുടങ്ങിയാൽ ഉണ്ടാകുന്ന ഒരു ആപത്താലോചിച്ച് നോക്കിയാൽ. അപ്പൊ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവര് മരിക്കാൻ വേണ്ടിയൊന്നും ദുആ ചെയ്യണ്ട. നിങ്ങൾക്ക് മയ്യത്തൊളിപ്പിക്കാനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും. അല്ലാത്ത തന്നെ മരണങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ശേഷം ഷാഹിനെയും അതുപോലെ സെക്കിനാത്തിൻ റജീനെയും ഒക്കെ ഇവിടെ സംസാരിക്കാനിരിക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത്, മരിച്ചോടത്ത് പോയിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ തിരക്ക് കൂട്ടാനല്ല നമ്മൾ വുമൻസ് വേവ്സിനെ ഉണ്ടാക്കിയത്. അതിനപ്പുറത്തേക്ക് ഇനി ഒരു മരണം ആസന്നമായ ഒരു വീടാണെന്ന് വിചാരിച്ചോളി, ഒരപ്പുറത്തൊരു ആൾ സുഖമില്ലാതെ കിടക്കുക എന്ന് വിചാരിച്ചോളി. ആ സുഖമില്ലാതെ കിടക്കുന്ന വീട്ടിലേക്ക് നമ്മൾ ചെല്ലണ്ടേ? അവരെ ആശ്വസിപ്പിക്കണ്ടേ? അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കണ്ടേ? അവിടെ ഒരു ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ ആ ഉമ്മയുടെ മോന്റെ ഭാര്യ അല്ലെങ്കിൽ ആ ഉമ്മയുടെ മോള് അവരായിരിക്കും അവരെ ശുശ്രൂഷിക്കുന്നുണ്ടാവുക, അവരെ നോക്കുന്നുണ്ടാവുക. ആ സമയത്ത് ഉമ്മാനെ നോക്കാനും വീട്ടിലെ ജോലി ചെയ്യാനും കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനും എല്ലാത്തിനും അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞോളണം എന്നില്ല. നമ്മൾ ഇത് ഏറ്റെടുത്ത് ഇതിനു വേണ്ടി നെയ്യത്തെ വെച്ച് ഇറങ്ങിയ നമ്മളുടെ ഉത്തരവാദിത്വമാണ് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലലും ആ വീട്ടിലെ ആളുകളെ ആശ്വസിപ്പിക്കലും. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ വളണ്ടിയറായിട്ട് നിന്നിട്ട് അത് ചെയ്തു കൊടുക്കാനാണ് നമ്മൾ ആളുള്ളത്. അവിടെ മരണമാസന്നമാവും. അവിടുത്തെ ആളുകൾ എല്ലാവരും കൂടി നെഞ്ചത്ത് അടിച്ചിട്ട് കരയുമ്പോൾ അല്ലെങ്കിൽ തലയെ കൈ കെട്ടിയിട്ട് കരയുന്ന ഒരു സമയത്ത് നമ്മളും അവരെ കൂടെ നിന്നിട്ട് പാത്തുമാത്ത മരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നൊലോളിക്കാനുള്ളവരല്ല. നമ്മൾ അവരെ സമാധാനിപ്പിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. തെൽക്കീൻ ചൊല്ലിക്കൊടുക്കണം. നമ്മൾ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ള കെലിമത്ത് അവരുടെ ചെവിയിൽ നമ്മൾ മന്ത്രിച്ചു കൊടുക്കണം. അവർക്ക് വെള്ളം കൊടുക്കണം. അവര് ഞാൻ മരിച്ചു കിടക്കുമ്പം എന്നെ കാണുന്നതിന് വേണ്ടി ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ, സൂറാത്ത മരിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ കാണാൻ വരുമ്പം, ഈ ഇരിക്കുന്ന നേതാക്കൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുമ്പം ഞാനൊരു കട്ടിലിൽ കിടക്കുന്നുണ്ടാകും, വെള്ള തുണി കൊണ്ട് എന്നെ മൂടിയിട്ടുണ്ടാകും. പക്ഷെ ആ മൂടി തുറന്ന് നോക്കുമ്പോ നിങ്ങൾ പേടിയോടുകൂടി എന്നെ നോക്കാതിരിക്കാൻ ഞാൻ രണ്ട് കണ്ണും പുറത്തേക്ക് തള്ളി നാവ് നീട്ടി വായ തുറന്ന് കാലകത്തി വെച്ച് ഞാൻ കിടക്കുമ്പം ആ രൂപം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനാണ് നമ്മൾ വളണ്ടിയേഴ്സ് എന്നുള്ള രൂപത്തിൽ തൊട്ടടുത്ത വീട്ടിൽ മരണമാസന്നമാകുമ്പോൾ മരിക്കുന്ന സമയത്ത് നമ്മളുടെ രണ്ട് കണ്ണ് പൂട്ടിക്കൊടുക്കാൻ, വായ പൂട്ടിക്കൊടുക്കാൻ, രണ്ട് കാലുകളും ചേർത്ത് വെച്ച് തള്ളവിരൽ നമ്മൾ കെട്ടിക്കൊടുക്കാൻ, അതിനൊക്കെ തന്നെ നമ്മൾ തയ്യാറാകണം. ആ വീട്ടുകാരെന്ന് പറയുന്നത് ആ സമയത്ത് അവർക്കുണ്ടാകുന്ന ബേജാറും അവർക്കുണ്ടാകുന്ന വെപ്രാളവുമുണ്ട്. അപ്പൊ മരിച്ചയിടത്തേക്ക് കുളിപ്പിക്കാൻ പോകുന്നതിനപ്പുറത്തേക്ക് മരണമാസന്നമായ വീട്ടിൽ നമ്മൾ പോകണം. നമ്മളുടെ തൊട്ടടുത്ത വീട്ടിൽ ക്യാൻസർ ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും. ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അവരുടെ ഇനി എൻ്റെ കുട്ടികൾ, അതാണ് അവരുടെ മുമ്പിലേക്ക് വരുന്ന ചിന്ത. എൻ്റെ കുട്ടികൾ, ഞാൻ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞാൽ പറക്കമുറ്റാത്ത എൻ്റെ കുട്ടികളെ എന്ത് ചെയ്യും? നമ്മൾ സമാധാനിപ്പിക്കേണ്ടത് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഇതിനേക്കാൾ വലിയ രോഗമുണ്ടായിട്ട് രക്ഷപ്പെട്ട ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ കരുതണം. അങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയണം. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരെ സാന്ത്വനിപ്പിക്കലാണ് നമ്മളുടെ ഡ്യൂട്ടി. അവർക്ക് അവരുടെ വീട്ടുകളിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുണ്ടെങ്കിൽ അവരെ സഹായിച്ചു കൊടുക്കണം. അല്ലാതെ നമ്മളെ എല്ലാവരെയും ആരെങ്കിലും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി വുമൻസ് വേവ്സിന്റെ ആളുകൾ ഒരു ബറ്റാലിയമായി ഒരു ഗ്രൂപ്പായി തിരിഞ്ഞ് എല്ലാ വീട്ടിലേക്കും ഇങ്ങനെ പോവാനും വരാനും എന്നൊക്കെ ഉള്ളതിനപ്പുറത്തേക്ക് നമ്മളുടെ ചുറ്റുഭാഗത്തിലേക്ക്, നമ്മളുടെ കുടുംബങ്ങളിലേക്ക്, നമ്മളുടെ വീടുകളിലേക്ക് നമ്മളൊന്ന് കണ്ണു വായിച്ച് എന്നെ കൊണ്ട് അവിടെ എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ കഴിയും എന്ന് ആലോചിക്കണം. നമ്മൾ പഠിച്ച ആയത്തുകളാണ്, ദീനിനെ കളവാക്കിയവനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുക. എന്നിട്ട് പറയാ അനാഥകരായ ആളുകളെ ആട്ടിയോടിക്കുന്നവരാണ്. ചുറ്റുഭാഗത്തൊന്ന് ആലോചിച്ചു നോക്കിയേ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്ര പട്ടിണിപ്പാവങ്ങളുണ്ട് നമ്മളുടെ നാട്ടിൽ. എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതുപോലെയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ നമ്മൾ അടുത്തില്ലെങ്കിൽ മറ്റുള്ളവനോട് ചോദിച്ചുകൊണ്ട് അവരോട് വാങ്ങിയിട്ടെങ്കിലും ഈ വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. വളണ്ടിയർമാർ നമ്മൾ ആ ദൗത്യം ഏറ്റെടുക്കണം. വലാ യഖുല്ലു അലാ തുആമിൽ മിസ്കീൻ, അഗതികളായ ആളുകൾക്ക് അവർക്ക് ഭക്ഷണം നൽകാതെ അവരെ മാറ്റി നിർത്തുന്നവർ ദീനിനെ കളവാക്കുന്നവരാണ് എന്ന് പറയാണ്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ
അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾക്ക് കഴിയണം. അങ്ങനെ ചേർത്ത് പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടണം. അതോടൊപ്പം നിങ്ങളെ ഈ രൂപത്തിൽ വിളിച്ചു വരുത്തുമ്പോൾ പുണ്യമാക്കപ്പെട്ട ഒരു മാസത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ മാസത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളെ ഇത്തരത്തിൽ വിളിച്ചു കൂട്ടുമ്പോൾ ഇതിന്റെ സംഘാടകർക്ക് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ അവരെ സഹായിക്കും, നിങ്ങൾ അവരോട് സഹകരിക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസം അവരുടെ മനസ്സിലുണ്ട്. കാരണം നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ എന്ത് സംഗതികൾക്ക് നമ്മൾ കുറച്ച് പണത്തിന് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് സ്വരൂപിച്ചുകൊണ്ട് കിട്ടാവുന്ന വീടുകളിലൊക്കെ കയറിപ്പോയി അത് വാങ്ങിയിട്ട് ലീഗ് കമ്മിറ്റിയെ ഏൽപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാണ് എനിക്ക് മുമ്പിലിരിക്കുന്നത്. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇവരുടെ ഒരു വർഷത്തെ ചെലവ് എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇവിടുത്തെ ഈ CH സെന്ററിന്റെ ചെലവ് എന്ന് പറയുന്നത് എത്രമാത്രമാണ് എന്നുള്ളത് നമ്മൾക്കൊക്കെ അറിയാം. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ മാസത്തിൽ ഈ നോമ്പിനെ നോൽക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും സജ്ജമാകുമ്പോൾ പടച്ച തമ്പുരാനെ ഈ നോമ്പിന്റെ പരിശുദ്ധ റമദാനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഇപ്പം നമ്മൾ എത്ര പുണ്യം ചെയ്താലും അതിനേക്കാളൊക്കെ ഇരട്ടി 70,000 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ മാസത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ആ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ, ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതിന്റെ ഭാരവാഹികൾ നടത്തുന്ന ഈ വലിയ സേവനം എന്ന് പറയുന്നത് അതിന്റെ കൂടെ നിൽക്കാനും വളണ്ടിയേഴ്സായ നിങ്ങൾക്ക് കഴിയണം. ഒരു കാലത്ത് നമുക്കൊക്കെ അറിയാം, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പം എന്റെ പോലെയുള്ള ആളുകൾക്ക് ചിലപ്പം അറിയും, നമ്മളുടെ നാട്ടിൽ പള്ളികളില്ലാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളുടെ നാട്ടിൽ ഓത്തുപള്ളികളില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഓത്തുപള്ളികളും പള്ളികളും ഇഷ്ടം പോലെ ഇല്ലാത്ത, യഥേഷ്ടമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മലപ്പുറത്തൊരു പള്ളി ഉണ്ടായാൽ പിന്നെ നമ്മൾ പള്ളിയിൽ പോകണമെങ്കിൽ ചിലപ്പം പൂക്കോട്ടൂരിൽ എത്തേണ്ടി വരും, അതല്ലെങ്കിൽ നമ്മൾ കൊണ്ടോട്ടിയിൽ എത്തേണ്ടി വരും. കൊണ്ടോട്ടിയിൽ ഒരു പള്ളി കഴിഞ്ഞാൽ പിന്നെ ഒരു പള്ളി കാണണമെങ്കിൽ നമ്മൾ തിരൂരങ്ങാടിയിലേക്ക് പോകണം. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളുടെ കുട്ടികൾക്ക്, നമ്മളുടെ പുരുഷന്മാർക്ക്, നമ്മളുടെ ആളുകൾക്ക് അവർക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി, അവർക്ക് ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കാൽനടയായി കിലോമീറ്ററുകൾ നടന്നുപോയി പള്ളിയിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ പള്ളി ഉണ്ടാക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദുമാര് വയല് പറയുമ്പോൾ ആ വയല് പറയുന്നിടത്തേക്ക് പാതിരാത്രിക്ക് പായ കയ്യിൽ പിടിച്ച് ഒക്കത്തൊരു കുട്ടിയെയും കയ്യിലൊരു കുട്ടിയെയും കയ്യിൽ പിടിച്ചുകൊണ്ട് വയല് കേൾക്കാൻ പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഓർമ്മയില്ലാത്ത കാലഘട്ടം. അവിടെ മൊല്ലാക്ക പറഞ്ഞു കൊടുക്കുന്ന വാക്യങ്ങൾ വേദവാക്യങ്ങളായി കരുതി ആ വാക്യങ്ങൾ ഉള്ളിലിട്ട് പള്ളി ഉണ്ടാക്കിയാൽ അതുകൊണ്ടുള്ള പ്രതിഫലം പറഞ്ഞു തരുമ്പോൾ, ഒരു വീടില്ലാത്തവന്റെ വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ, പള്ളിയില്ലാത്ത പ്രദേശത്തൊരു പള്ളി ഉണ്ടാക്കാൻ സഹായിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഇരട്ടി പ്രതിഫലം നാളെ സ്വർഗത്തിൽ അതുപോലെയുള്ള ഭവനം നമ്മൾക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ കാതിലെ ചുറ്റുമുറിച്ചിട്ട് കൊടുത്തവർ, കയ്യിലെ വളമുട്ടിയത് കൊണ്ടുപോയി കൊടുത്തവർ, കമ്മലിന്റെ പൊട്ടിയ ബാക്കി കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ മലപ്പുറം ജില്ലയുണ്ടാക്കിയ ഈ പള്ളികളും യതീംഖാനകളും മദ്രസകളും ഒക്കെ എത്രയാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. ഇവിടെ ഈ റമദാൻ മാസത്തിൽ ഒരു വർഷത്തെ ഇവരുടെ ചെലവിന് വേണ്ടി ഈ ഒരു മാസം ഇവർ പിരിവിനിറങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ സേവനങ്ങളും നാളെ നമ്മൾക്ക് പാരത്രിക ലോകത്തേക്കുള്ളൊരു മുതൽക്കൂട്ടാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ എല്ലാവരും പറയുന്നത് ഈ ലീഗ് പണ്ടത്തെ കാലത്ത് പോലെയല്ല, ഇപ്പൊ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിന്ന് വെറും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഇപ്പം മാത്രം തുടങ്ങിയതല്ല. ഇതിന്റെ മുമ്പ് നമുക്കൊക്കെ അറിയാം, ഇന്ത്യ സ്വതന്ത്രമാകുന്ന കാലഘട്ടത്തിൽ, നമ്മളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, നിലനിൽപ്പില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് വർഗീയ ലഹള കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്റെ സമുദായം കഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ പാകിസ്ഥാനിലേക്ക് നാടുകടത്തപ്പെട്ടവർ, പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തവർ ഒക്കെ ഒരു ഭാഗത്തായിരുന്ന സമയത്ത്, വർഗീയ ലഹള കൊടികുത്തി വാണിരുന്ന ഒരു സമയത്ത് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മമാര് നഷ്ടപ്പെട്ടവർ, ഉപ്പമാര് നഷ്ടപ്പെട്ടവർ, മക്കള് നഷ്ടപ്പെട്ടവർ, ഉപ്പമാര് നഷ്ടപ്പെട്ടിട്ട് അനാഥകളായ മക്കൾ, ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് വിധവകളായ സഹോദരിമാർ, ഇവരുടെയൊക്കെ തേങ്ങിക്കരച്ചിലുകൾ കേൾക്കാൻ സഹികെട്ടിട്ട് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും അവരുടെ ഒപ്പമുണ്ടായിരുന്ന ഒരു സംഘവും കടന്നു വന്നുകൊണ്ട് നമ്മളുടെ ഉമ്മമാരോട് അന്ന് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് കരയേണ്ടി വരില്ല എന്നുള്ളതാണ്.
അവിടെ നിന്നാണ് നമ്മൾക്ക് ഈ കാണുന്ന രൂപത്തിലുള്ള നമ്മൾക്ക് സംസാരിക്കാനും നമ്മൾക്ക് ഒന്നിച്ചിരിക്കാനും ഒക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടി 1948 മാർച്ച് മാസം 10-ാം തീയതി ലീഗ് ഉണ്ടാക്കി തന്നത്. ആ ലീഗ് ഉണ്ടാക്കിയത് ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന നമ്മളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നിപ്പ വന്നപ്പം അതുപോലെ തന്നെ കൊറോണ വന്നപ്പോഴൊക്കെ നമ്മളുടെ വൈറ്റ് ഗാർഡിന്റെ കുട്ടികൾ ചെയ്തതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കോളറ എന്ന് പറയുന്ന രോഗം ബാധിച്ച് നമ്മൾ തൊട്ടാൽ തൊട്ടവന് പിടികൂടുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് അടുക്കാൻ പോലും പ്രയാസം കാണിച്ച് നിന്നിരുന്ന ഒരു സമയത്ത് വൈറ്റ് ഗാർഡിനെ പോലെ വളണ്ടിയർ കോറമുണ്ടാക്കി MK ഹാജിയുടെ നേതൃത്വത്തിൽ വളണ്ടിയർ കോറമുണ്ടാക്കിയിട്ട് അവിടുത്തെ രോഗം ബാധിച്ച ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് മരിച്ച മയ്യത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുന്നതിന് വേണ്ടി ഒരാളും തൊടാൻ അറപ്പോടും വെറുപ്പോടും കൂടി പേടിയോടുകൂടി ഭീതിയോടുകൂടി നോക്കി കണ്ടിരുന്ന സമയത്ത് നമ്മളുടെ MK ഹാജിയുടെ നേതൃത്വത്തിൽ വളണ്ടിയർ കോറമുണ്ടാക്കിയിട്ട് അത് ചെയ്ത ആളുകളാണ് മുസ്ലിം ലീഗിന്റെ നമ്മൾക്ക് മുമ്പ് മരിച്ചുപോയ ഈ പൂർവ്വസൂരികൾ. അത് കഴിഞ്ഞില്ല. തലശ്ശേരിയിലേക്ക് കോളറ ബാധിച്ച ആളുകൾ മരിച്ച മയ്യത്ത് മറവ് ചെയ്യാൻ നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ച സമയത്ത് പരപ്പനങ്ങാടിയിൽ നിന്ന് ട്രെയിൻ കയറി തലശ്ശേരിയിലേക്ക് പോയി അവിടുത്തെ മയ്യത്തുകളൊക്കെ കുളിപ്പിച്ച് മയ്യത്ത് പരിപാലിച്ച് കൊണ്ടുപോയി കബറിൽ വെച്ച് 3-4 ദിവസം രോഗം ബാധിച്ചവരെ അവരൊക്കെ ശുശ്രൂഷിച്ചു കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ചോദിക്കുക, ഇവിടെ ഉപ്പമാരും ഉമ്മമാരും നഷ്ടപ്പെട്ടിട്ട് അനാഥകളായ കുട്ടികളുണ്ട്, അവരെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് തന്നെ ജീവിക്കാൻ മാർഗമില്ല എന്ന് പറയുമ്പം ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോന്ന്. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുണ്ടായതാ തിരൂരങ്ങാടി PSMO യത്തീംഖാന. അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിരുന്ന യത്തീംഖാനകൾ, നമ്മൾ കാണുന്ന അനാഥശാലകൾ, നമ്മളുടെ പല നേതാക്കന്മാരുടെ പേരിൽ നമ്മൾ കാണുന്ന അനാഥാലയങ്ങൾ ഇതാരുടെ സംഭാവനയാണ്? അതും നമ്മൾ ചെയ്ത ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇവിടെ വൈറ്റ് ഗാർഡിന്റെ കുട്ടികൾ കാണിക്കുന്ന അമിതമായി കാണിക്കുന്ന അവരുടെ ആവേശം. നമ്മളുടെ തൊട്ടടുത്താണ് കഴിഞ്ഞ കൊറോണ വന്ന സമയത്ത് നമ്മളുടെ യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരൻ മരിച്ചത്. ആ ചെറുപ്പക്കാരൻ, നമുക്കറിയാം, നമ്മളുടെ കുട്ടി സ്വന്തം വീട്ടിൽ നിന്ന് ഉമ്മയെയും കുടുംബത്തെയും ഒക്കെ അവിടെ മാറ്റി നിർത്തിയിട്ട് സേവനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പോയ നമ്മളുടെ കുട്ടി ദിവസങ്ങൾ കഴിയുന്നതിന്റെ മുമ്പ് അവനും കൊറോണ ബാധിച്ച് മരിച്ചത് ഞാനും നിങ്ങളും മറന്നുപോയിട്ടില്ല. ഇപ്പം മുണ്ടക്കൈയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും നമ്മളുടെ ദുരന്തം നടന്നപ്പോ ആ ദുരന്ത ഭൂമിയിലേക്ക് പാഞ്ഞെത്തിയ ആളുകളെ നമ്മൾ കണ്ടു. ആ പാഞ്ഞെത്തിയതും അവിടുത്തെ വൈറ്റ് ഗാർഡ് ചെയ്ത സേവനത്തെ കുറിച്ചും ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒരു കലക്ടർ പറയുകയാണ്, ഒരു മഹല്ല് മുഴുവനും ഒലിച്ചുപോയ സമയത്ത് ആരാലും സഹായിക്കാനില്ലാതെ രാവിലെ നേരം വെളുത്തപ്പം ഒരു പ്രദേശം ഒന്നടങ്കം ഒലിച്ചുപോയി. മയ്യത്തുകൾ ഇങ്ങനെ ഒഴുകി നടക്കുക, മയ്യത്തുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കുന്നതും മരക്കൊമ്പിൽ തൂങ്ങി നിൽക്കുന്നതും പുഴയിൽ നിന്ന് കഷ്ണങ്ങൾ കിട്ടുന്നതും ഒക്കെ ആയപ്പോൾ കലക്ടറായ ഞാൻ പകച്ചു നിന്നിരുന്ന സമയത്ത് ഇവിടുത്തെ വൈറ്റ് ഗാർഡിന്റെ കുട്ടികൾ നിമിഷ നേരം കൊണ്ട് ആ പ്രദേശത്തെ വളഞ്ഞ് അവരെ കൊണ്ട് ചെയ്യുന്ന എല്ലാ സേവനങ്ങളും അവർ ചെയ്തു. അവസാനം നാദാപുരത്തുള്ള റഫീഖ് എന്ന് പറയുന്ന കുട്ടി അവിടെ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മൾ കണ്ടു, ഒരു ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൻ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കുറിപ്പുണ്ട്, ഇനി ഞങ്ങൾ വരില്ല, നിങ്ങളെ നോക്കാൻ ഇനി ഞങ്ങൾ വരേണ്ട ആവശ്യമില്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു, പക്ഷെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടമുണ്ട്. തിരിഞ്ഞു നോക്കാതെ ഇനി ഞങ്ങൾ ഉണ്ടാവില്ല, സുഖമായി ഇവിടെ വിശ്രമം കൊണ്ടുപോവാ എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട റഫീഖിന്റെ ആ ഫേസ്ബുക്ക് പേജ് നമ്മൾ കണ്ടു. ഇതൊക്കെ ചെയ്യുന്നത് നമ്മളുടെ കുട്ടികളാണ്. അവരൊക്കെ നമ്മൾക്ക് ചെയ്തു കാണിച്ചു തന്ന ഈ മാതൃക വനിതാ ലീഗിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഞങ്ങളുടെ കൊച്ചനുജത്തിമാർ, ഞങ്ങളുടെ ജ്യേഷ്ഠത്തിമാർ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇത് അതിന്റെ തനതായ രൂപത്തിൽ തനതായ ശൈലിയിൽ ഈ രാജ്യത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി സമർപ്പിക്കാൻ, ഈ ഹോസ്പിറ്റലിന് വേണ്ടി, ഈ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി, CH സെന്ററിന് വേണ്ടി നമ്മളുടെ യൗവനം സമർപ്പിക്കാൻ, നിങ്ങളുടെ യുവത്വം നിങ്ങൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ നമ്മളുടെ യുവത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, പടച്ച തമ്പുരാനെ, എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഞാൻ എൻ്റെ യുവത്വം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾക്ക് കഴിയണം. അതിനൊക്കെ ആയിരിക്കട്ടെ നമ്മളുടെ ഈ ഒത്തുചേരൽ, അതായിരിക്കട്ടെ നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ചിന്ത. ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ CH സെന്ററിനെ സഹായിക്കുന്നതിന് വേണ്ടി
വേണ്ടി നിങ്ങളും കൂടെയുണ്ടാവണം, ഞങ്ങളുണ്ടാവും നിങ്ങളുടെ കൂടെ. പടച്ച തമ്പുരാൻ എല്ലാം നമുക്ക് എളുപ്പമാക്കി തരട്ടെ. നമ്മൾ ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കുവാൻ പടച്ച തമ്പുരാന്റെ തൗഫീക്ക് നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ. നമ്മൾക്ക് പടച്ച തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ നിറഞ്ഞ മനസ്സിൻ്റെ സാന്നിധ്യത്തിൽ ഹൃദയം തൊട്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അധ്യക്ഷന് വേണ്ടി ഷാഹിന നിയാസ് അവറുകളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ വനിതാ ലീഗിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ വിശദമായിട്ടൊരു ക്ലാസ് അവരെടുത്തു തരും.